ഓക്കെ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ വോളിയത്തിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കുകളാണ് ചെയ്തിരുന്നത്, ലാസ്റ്റ് പ്രോബ്ലംസ് ആണ് ചെയ്തിരുന്നത്. ഇനി നമുക്കതിൽ ഒരു 4 പ്രോബ്ലം കൂടിയുണ്ട്, അപ്പോൾ അതുകൂടി നോക്കുക. 6th ക്വസ്റ്റ്യൻ നോക്കുക എല്ലാവരും. ദ ഇന്നർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ആൻ അക്വേറിയം ഈസ് 60 cm ആൻഡ് 30 cm ആൻഡ് ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ. ഒരു അക്വേറിയം ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. അക്വേറിയത്തിൻ്റെ ഈ റഫ് ഫിഗറുകൾ എപ്പോഴും വരക്കുന്നത് നല്ലതാണ് കേട്ടോ, എന്നാലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. എക്സാമിനും റഫ് ഫിഗർ നല്ലതാണ്. അക്വേറിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മീനിനൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ രൂപത്തിലുള്ള പാത്രമാണ് അക്വേറിയം. ടാങ്കാണ്, വാട്ടർ ടാങ്ക് തന്നെയാണ്. അതിന് ലെങ്ത് 60 ആണ്, 60 cm. ബ്രെഡ്ത്ത് 30 cm. ഹൈറ്റ് തന്നിട്ടില്ല, അപ്പൊ ഹൈറ്റുമായി ബന്ധപ്പെട്ട് എന്താണ് കാണേണ്ടതെന്ന് മനസ്സിലാക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ. ഇതിൽ വെള്ളം അങ്ങനെ അത്ര ഉണ്ട്, പകുതി വെള്ളമുണ്ട്. ഇനി പറഞ്ഞത് എന്താന്ന് വെച്ചാല്, വെൻ എ സ്റ്റോൺ ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ്. ഒരു കല്ല് അതിൽ താഴ്ത്തി വെച്ചു. ഒരു കല്ല് അതിലേക്ക്, വലിയൊരു കല്ല് ഇവിടെ ഇതൊക്കെ താഴ്ത്തി വെച്ചു, ആ വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചു. ദ വാട്ടർ ലെവൽ റോസ് ബൈ 10 cm. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് വെള്ളം പൊന്തുവല്ലോ. വെള്ളം മുകളിലേക്ക് പൊന്തിയത് ഇത്ര ഉയരത്തിലേക്കായി വെള്ളം. ആ പൊന്തിയത് 10 cm ആണ്. ഇവിടുന്ന് ഇതുവരെയുള്ള വെള്ളം ഉയർന്നത് 10 cm ആണ്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സ്റ്റോൺ? സ്റ്റോണിന്റെ വോളിയം, ഈ കല്ലിന്റെ വോളിയം എത്രയാണ്? കല്ലിന്റെ വോളിയം കാണാന് നേരത്തെ ഇത്ര ഉയരത്തിലാണ് വെള്ളം ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇത്ര ഉയരത്തിൽ വെള്ളമായിട്ടുണ്ട് കല്ലിട്ടപ്പോ. അപ്പൊ കല്ലിന്റെ വോളിയം ഈ ഉയർന്ന വെള്ളത്തിന്റെ, റോസ് വാട്ടറിന്റെ വോളിയം സെയിം ആയിരിക്കും. ദ വോളിയം ഈസ് ഈക്വൽ. വിച്ച് ആർ ദ വോളിയംസ്? ദ വോളിയം ഓഫ് ദ സ്റ്റോൺ ആൻഡ് ദ വോളിയം ഓഫ് ദ റോസ് വാട്ടർ. വെള്ളം, ഉയർന്ന വെള്ളത്തിന്റെ വോളിയവും ഇവിടുന്ന് ഇങ്ങോട്ട് പൊന്തിയ വെള്ളത്തിന്റെയും പാത്രത്തിലുള്ള വെള്ളത്തിന്റെ വോളിയം, സ്റ്റോണിന്റെ വോളിയം സെയിം ആണ്. അപ്പൊ നമ്മൾ കാണുന്നത് ഇവിടെ നിന്നിട്ട് എത്ര വെള്ളം ഉയർന്നു, ആ വെള്ളത്തിന്റെ വോളിയം, വാട്ടറിന്റെ വോളിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ആ വോളിയം കാണാൻ എന്താ ചെയ്യുക? ഇതിന്റെ ഈ വെള്ളത്തിന്റെ ലെങ്ത് എത്രയാണ്? 60 cm ആണ്. അപ്പൊ ഇവിടുന്ന് ഇതും 60 cm ആണ്. ബ്രെഡ്ത്ത് 30 cm ആണ്. ഹൈറ്റ് 10 cm ആണ്. വെള്ളം 10 cm വരുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തുള്ള വെള്ളത്തിന്റെ വോളിയാണ് കാണുന്നത്. അപ്പോൾ വോളിയം ഓഫ് സ്റ്റോൺ ആൻഡ് റോസ് വാട്ടർ ആർ സെയിം, ആർ ഈക്വൽ എന്ന് എഴുതാം. വോളിയം ഓഫ് സ്റ്റോൺ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഈ സ്റ്റോണിന്റെ വോളിയ കാണുന്നത്, നമ്മൾ കാണുന്നത് സ്റ്റോണിന്റെ വോളിയ കാണുന്നത്. പക്ഷെ സ്റ്റോണിന്റെ വോളിയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ വെള്ളത്തിന്റെ വോളിയ കാണുന്നത്, ഈ പൊന്തിയ വെള്ളത്തിന്റെ ലെങ്ത് 60 ആണ്, ബ്രെഡ്ത്ത് 30 ആണ്, ഹൈറ്റ് 10 ആണ്. അപ്പോൾ 60 × 30 × 10 മൾട്ടിപ്ലൈ ചെയ്യുക, ഇത്രയും ക്യൂബിക് സെന്റിമീറ്റർ എന്ന് ആൻസർ എഴുതാം. ഓക്കെ, ഇതാണ് അടുത്ത പ്രോബ്ലം. ചിത്രം വരച്ചേക്കണ നല്ലതാണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rectangular iron block length 20 cm, breadth 10 and height 5 cm. ഒരു ഇരുമ്പ് കട്ട ഉണ്ട്. ഇരുമ്പ് കട്ട, അയൺ ബ്ലോക്ക്. ലെങ്ത് എത്രയാണ്? 20 cm, ബ്രെഡ്ത്ത് 10 cm, ഹൈറ്റ് 5 cm. ഓക്കെ, ആൻഡ് ഇറ്റ് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ ക്യൂബ്. ഇത് ഉരുക്കിയിട്ട് ഒരു ക്യൂബാക്കി മാറ്റി. ഉരുക്കിയിട്ട് രണ്ടാമത് ഷേപ്പ് ചെയ്തത് ക്യൂബാണ്. ഇത് നേരത്തെ നീളവും വീതിയൊക്കെ വ്യത്യാസമുണ്ട്. ഇത് ക്യൂബാക്കി മാറ്റി. ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദിസ് ക്യൂബ്? അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിന്റെ ഒരു സൈഡിന്റെ നീളം എത്രയായിരിക്കും? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ സെയിം ആണല്ലോ, അതിനല്ലേ ക്യൂബ് എന്ന് പറയാം. ഇത് 5 ആണെങ്കിൽ ഇതും 5, ഇതും 5. അപ്പൊ ഇത് ഉരുക്കിയിട്ട്, ഇത് പരന്ന് നീണ്ടിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ആയിരുന്നു, അത് ഉരുക്കിയിട്ട് രണ്ടാമത് അടിച്ച് പരത്തി ഒരു ക്യൂബാക്കി മാറ്റി. ക്യൂബിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എത്രയെന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം ഇതിന്റെ വോളിയം കാണാം. വോളിയം ഓഫ് റെക്ടാങ്കുലർ ബ്ലോക്ക്,
ഈ റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ വോളിയം 20 × 10 × 5 എത്രയാണ്? 20 × 10 200 × 5 1000 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇതിന്റെ വോളിയം 1000 ആണെങ്കിൽ ഉരുക്കിയിട്ട് രണ്ടാമത് ഷേപ്പ് ചെയ്ത് അതിന്റെ വോളിയം എത്ര തന്നെ ആയിരിക്കും? 1000 തന്നെ ആയിരിക്കും. ഇത് 1000 ആണെങ്കിൽ ഇതും 1000, കാരണം ഇത് ഉരുക്കിയിട്ടാണല്ലോ രണ്ടാമത് ഷേപ്പ് ചെയ്ത് ക്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വോളിയവും 1000 ആയിരിക്കും. അപ്പോ therefore വോളിയം ഓഫ് ക്യൂബ് ഈക്വൽ ടു 1000 ക്യൂബിക് സെന്റിമീറ്റർ. ഇതിന്റെ വോളിയം 1000 ആണെങ്കിൽ ഇതിന്റെ വോളിയം 1000 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും? ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് ക്യൂബാണ്, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണ്. അപ്പൊ ഇത് എത്രയാണോ അതന്നെയാണ് ഇത്. അപ്പൊ വോളിയം കാണാൻ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക, ഗുണിക്കുകയാണ് ചെയ്യുക. ഇത് 3 കൂടി ഗുണിച്ചിട്ടാണ് 1000 കിട്ടുന്നത്. അപ്പൊ ഒരേ സംഖ്യ 3 പ്രാവശ്യം 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടണം. സെയിം നമ്പർ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടണം. കാരണം ക്യൂബ് ആയതുകൊണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണ്. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 1000. സോ ലെങ്ത് ഓഫ് വോളിയം 1000 ആണ്. ഈ വോളിയം കിട്ടാൻ ഏത് നമ്പറാണ് 3 പ്രാവശ്യം ഗുണിച്ചാൽ 1000 കിട്ടുക? നമുക്ക് മനസ്സിലാലോചിച്ചാൽ തന്നെ കിട്ടും. 1000 കിട്ടാൻ 10 × 10 × 10 1000 ആണ്. ഇതിന്റെ ലെങ്ത് 10 ആയിരിക്കും, ബ്രെഡ്ത്ത് 10 ആയിരിക്കും, ഹൈറ്റ് 10 ആയിരിക്കും. ഓക്കെ, സോ therefore ലെങ്ത് ഓഫ് വൺ സൈഡ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ക്യൂബിന്റെ ഒരു സൈഡിന്റെ നീളം 10 സെന്റിമീറ്റർ എന്ന് ലാസ്റ്റ് എഴുതുക. ഓക്കെ, അപ്പൊ അത് കണ്ടു. ഇനി ലാസ്റ്റത്തെ തൊട്ട് മുമ്പുള്ള 8th ക്വസ്റ്റ്യൻ. എ ടാങ്ക് 2.5 meter long and 1 meter wide. It contain 10,000 liters water. ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. വാട്ടർ ടാങ്കിന്റെ നോക്കുക, 2.5 meter ലെങ്ത് ഉണ്ട്, 1 meter വിഡ്ത്ത് ഉണ്ട്, ആൻഡ് ഹൈറ്റ് തന്നിട്ടില്ല. കപ്പാസിറ്റി 10,000 ലിറ്റർ. അപ്പൊ ഇതൊക്കെ മീറ്ററിലായതുകൊണ്ട് നമ്മൾ ഇതിന്റെ വോളിയവും ക്യൂബിക് മീറ്ററിലാണ്. അപ്പൊ നമ്മൾ കപ്പാസിറ്റി ലിറ്ററിലാണ്. ഹൈറ്റ് കാണണം. ഹൗ മച്ച് ഇസ് ദ ടാങ്ക്സ് ഹൈറ്റ്? ഹൈറ്റ് ആണ് കാണേണ്ടത്. ഹൈറ്റ് കാണാന് ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് കാണണം. ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് കാണണം. ലെങ്ത് 2.5 ആണ്, ഇവിടെ എഴുതണം. ബ്രെഡ്ത്ത് 1 meter ആണ്, അതിവിടെ എഴുതണം. ഹൈറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ, അതിനുശേഷം നമ്മള് ഹൈറ്റ് കാണാന് ഹൈറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എഴുതണ്ട. ഹൈറ്റ് ഈക്വൽ ടു വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതിന് വോളിയം അല്ലെങ്കിൽ കപ്പാസിറ്റി, വോളിയം എന്ന് എഴുതാം, കപ്പാസിറ്റി എന്ന് എഴുതാം. കപ്പാസിറ്റി 1000 liters ആണ്. അപ്പൊ അത് ആദ്യം എന്ത് ചെയ്യണം? ക്യൂബിക് സെന്റിമീറ്ററിലേക്കോ ക്യൂബിക് മീറ്ററിലേക്കോ മാറ്റണം. ഇവിടെ ഏതൊക്കെയാണ് മാറ്റേണ്ടത്? ക്യൂബിക് മീറ്ററിലേക്ക്, കാരണം മീറ്ററിലാണല്ലോ കണക്ക്. അപ്പോ കപ്പാസിറ്റി 10,000 ലിറ്റർ. അത് ക്യൂബിക് മീറ്റർക്ക് മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിറ്റർ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ യു വിൽ ഗെറ്റ് 10 cubic meter. 30 പോകും, 10/1 10 cubic meter. ക്യൂബിക് മീറ്റർ ഷോർട്ട് ആക്കി എഴുതാൻ പാടില്ല. ക്യൂബിക് മീറ്റർ. കപ്പാസിറ്റി കിട്ടി. ഇനി ഹൈറ്റ് കാണാം. ഹൈറ്റ് ഈക്വൽ ടു കപ്പാസിറ്റി ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 2.5 into 1. ലെങ്ത് 2.5 ആണ്, ബ്രെഡ്ത്ത് 1 ആണ്. is equal to 10 divided by 2.5 into 1 2.5 is equal to 10 divided by 2.5 into 1 ആണ്. ഇവിടെ 2.5 എഴുതിക്കണം. ഡിവൈഡഡ് ബൈ എന്നൂടെ ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ കൺഫ്യൂഷൻ വരേണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടത് കേട്ടോ. 2.5 മിക്സഡ് ഫ്രാക്ഷൻ നോർമൽ ഫ്രാക്ഷൻ ആക്കിയാൽ 2 into 2 1 2 into 2 4 4 plus 1 5 5/2 എന്നാണ് വരിക. 5/2. ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഡിവിഷൻ ചെയ്യാൻ നമ്മൾ എന്താ പഠിച്ചത്?
രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 10 ഇൻറ്റു 5/2 റെസിപ്രോക്കൽ 2/5. 10 ഇൻറ്റു 2 20 ഡിവൈഡഡ് ബൈ 5 4. യൂണിറ്റ് സെന്റിമീറ്റർ അല്ല മീറ്റർ. അപ്പൊ ഹൈറ്റ് ആണ് കണ്ടത്. ഹൈറ്റ് 4 മീറ്റർ. ടാങ്കിന്റെ ഹൈറ്റ് 4 മീറ്റർ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ലാസ്റ്റ് പ്രോബ്ലം. From the 4 corners of a square piece of paper of side 12 centimeter. ഒരു പേപ്പർ ഉണ്ട്. പേപ്പറിന്റെ സൈഡ് 12 സെന്റിമീറ്റർ ആണ്. ലെങ്ത്തും 12 ബ്രെഡ്ത്തും 12 ആണ്. കാരണം എന്താണ്? അത് സ്ക്വയർ പേപ്പർ ആണെന്നാ പറഞ്ഞത്. എന്നിട്ട് ഇതുപോലെ അല്ലെ, ലെങ്ത്തും 12 ആണ്, ബ്രെഡ്ത്തും 12 ആണ്. ഇതിൽ നിന്ന് എന്താ ചെയ്തത്? എ സ്മാൾ സ്ക്വയർ ഓഫ് സൈഡ് 1 സെന്റിമീറ്റർ ആർ കട്ട് ഓഫ്. 1 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയറുകൾ 4 മൂലക്കയിൽ നിന്നും കട്ട് ചെയ്ത് മുറിച്ച് മാറ്റി. അപ്പൊ ഞാൻ ഈ അടയാളപ്പെടുത്തി കണ്ടല്ലോ, ഇവിടുന്ന് ഇതൊക്കെ 1 സെന്റിമീറ്റർ ആണ് കേട്ടോ. ലെങ്ത്തും ബ്രെഡ്ത്തും 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ളത് ഇവിടുന്ന് ഇങ്ങനെ മുറിച്ച് മാറ്റുക. നമുക്ക് മുറിച്ച് മാറ്റാം. അപ്പോൾ 1 സെന്റിമീറ്റർ ലെങ്ത്തും 1 സെന്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ള ചെറിയ സ്ക്വയറുകൾ 4 എൻഡിൽ നിന്നും കട്ട് ചെയ്ത് മുറിച്ച് മാറ്റി. വാട്ട് ഈസ് ദെൻ the edge of this are bent up and joined to form a container of height 1 centimeter. ഇതിന്റെ ഈ എഡ്ജുകളൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി, ഇങ്ങനെ മടക്കാം, ഇങ്ങോട്ട് മടക്കാം, ഉള്ളിലേക്ക് മടക്കി, ഇങ്ങനെ മടക്കിയിട്ട് 4 എഡ്ജുകളും മടക്കിയിട്ട് ഒരു പാത്രമാക്കി മാറ്റി, ഒരു കണ്ടെയ്നർ ആക്കി മാറ്റി. ഓക്കെ, ഇങ്ങനെ കണ്ടെയ്നർ ആക്കി മാറ്റിയാൽ ഇതിന്റെ ഹൈറ്റ് എത്രയാ വരിക? ഇത് 1 സെന്റിമീറ്റർ സൈഡുള്ളത് 1 സെന്റിമീറ്റർ അല്ല, ഇതൊക്കെ 1 സെന്റിമീറ്റർ ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും 1 സെന്റിമീറ്റർ ഇതാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഹൈറ്റും 1 സെന്റിമീറ്റർ ആയിരിക്കും. ലെങ്ത് എത്ര ആയിരിക്കും? ഞാൻ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ കണ്ടെയ്നർ? ഈ കണ്ടെയ്നറിന്റെ ഈ പാത്രത്തിന്റെ കപ്പാസിറ്റി എത്രയാണ്? കപ്പാസിറ്റി കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ മൊത്തം 12 സെന്റിമീറ്റർ ആണ്. അതായത് നിങ്ങളുടെ 1 സെന്റിമീറ്റർ പടിയും 1 സെന്റിമീറ്റർ പടിയും കട്ട് ചെയ്താൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് അത് മടക്കിയിരിക്കുന്നത്. അപ്പൊ ആദ്യം ഇത് മൊത്തം 12 സെന്റിമീറ്റർ ആയിരുന്നു. ഈ 12 സെന്റിമീറ്റർ ഇവിടെ 1 സെന്റിമീറ്റർ പോയി, ഇവിടെ 1 സെന്റിമീറ്റർ പോയി. ബാക്കി ഇവിടുന്ന് ഇതുവരെ എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ മടക്കുമ്പോ എന്താ സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൻ? ലെങ്ത് 10 ആയിരിക്കും, ബ്രെഡ്ത്ത് 10 ആയിരിക്കും, ഹൈറ്റ് വിൽ ബി 1 സെന്റിമീറ്റർ. സോ കപ്പാസിറ്റി equal to length into breadth into height. 10 into length 10, breadth 10, height 1. So 100 cubic centimeter. പിന്നെ പറഞ്ഞത് എന്താ? If the square of side 2 centimeter are cut off. ഈ മുറിച്ച് കളഞ്ഞത് 1 സെന്റിമീറ്ററിന് പകരം 2 സെന്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള സ്ക്വയറുകളാണ് കട്ട് ചെയ്ത് കളഞ്ഞതെങ്കിലോ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോക്സിന്റെ എന്താ സംഭവിക്കുക? ഇവിടെ നിങ്ങൾ മൊത്തം 12 ആണ്. അതിൽ ഇങ്ങോട്ടും 2 പോയി, ഇങ്ങോട്ടും 2 പോയി, ബാക്കി 2 പോയ ബാക്കി 8 ഉണ്ടാവുള്ളൂ അല്ലെ? 12 2 പോയ, ഇവിടെയും 2 പോയ, അപ്പൊ ഇവിടെ ഇങ്ങോട്ട് 2 ആണ്, ഇങ്ങോട്ടും 2 ആണ്. അപ്പൊ ഇങ്ങനെ മടക്കുമ്പോ ഇത് മൊത്തം 12 ആയിരുന്നു. ഇവിടെ 2 പോയി, ഇവിടെ 2 പോയ, ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 8 ഉണ്ടാവും. അപ്പൊ 8 into 8 into 1 അല്ല, ഹൈറ്റ് 2. അപ്പോ ഇങ്ങനെ മടക്കുമ്പോ ഇത് 2 ആണല്ലോ വരുന്നത്. 2 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്ക്വയറിന്റെ സൈഡൊക്കെ 2 ആണ്. അപ്പൊ ഇങ്ങനെ മടക്കുമ്പോ ഹൈറ്റ് 2 ആണ് വരിക. അപ്പൊ ലെങ്ത് 8, ബ്രെഡ്ത്ത് 8, ഹൈറ്റ് 2 ആണ് വരിക. അടുത്ത സ്റ്റെപ്പില് അങ്ങനത്തെ ഒരു ബോക്സിന്റെ, അങ്ങനത്തെ ഒരു കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി എത്രയാണെന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ അതും ഇതുപോലെ തന്നെ സ്റ്റെപ്പ് എഴുതി ചെയ്ത് നോക്കുക. നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മള് ആദ്യം വോളിയം കാണാൻ, എന്താണ് വോളിയം എന്ന് പഠിച്ചു.
ദെൻ ഹൗ ടു ഫൈൻഡ് വോളിയം. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണെന്ന് പഠിച്ചു. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പഠിച്ചത് ഹൈറ്റ് കാണാൻ വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് കാണാൻ വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹൈറ്റ് കാണാൻ വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പഠിച്ചു. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ വോളിയത്തിന്റെ യൂണിറ്റ് ക്യൂബിക് സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ ആണെന്ന് പഠിച്ചു. പിന്നെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാല് ഒരു ബോക്സിന്റെ ഉള്ളിൽ എത്ര വെള്ളം കൊള്ളും, എത്ര സാധനം കൊള്ളും എന്നൊക്കെയുള്ള ചോദ്യമാണ്. അതും ഉൾഭാഗത്തെ വോളിയം ആണ് കാണേണ്ടത്. സെയിം ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷനും. അപ്പൊ യൂണിറ്റ് ക്യൂബിക് സെന്റിമീറ്റർ തന്നെയാണ്, പക്ഷെ കപ്പാസിറ്റി നമ്മൾ ലിറ്ററിലാണ് എഴുതുക. അപ്പൊ ക്യൂബിക് സെന്റിമീറ്ററിൽ കിട്ടിയ ആൻസറിനെ തിരിച്ച് ലിറ്റർക്ക് മാറ്റണം. അപ്പൊ ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ലാസ്റ്റ് സ്റ്റെപ്പില്. ഇനി ക്യൂബിക് മീറ്ററിലാണ് ഒരു അളവ് കിട്ടിയതെങ്കിൽ അതിനെ ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, പിന്നെ തിരിച്ച് റിവേഴ്സും ചെയ്യണത്, ഇതൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ലാസ്റ്റ് ചെയ്തു. പിന്നെ ഈ ചാപ്റ്ററിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് അത് നമ്മൾ ക്ലാസ്സിൽ കാണുമ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് അതിന്റെ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യാം, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അതുപോലെ വാട്സപ്പിലൂടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം. ഇപ്പൊ ഈ ചാപ്റ്റർ നമ്മളിവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പ് ഇതിലെ വർക്കുകൾ അയക്കണം. ഇത് മാത്രമല്ല, ഈ ചാപ്റ്റർ നന്നായി പഠിച്ച ശേഷം നെക്സ്റ്റ് വീക്കിൽ തന്നെ ഇതിന്റെ എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ.